സെയിൽസ് ടീമിലെ ആളുകൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ക്ലോസിംഗ് സ്കില്ലില്ലാത്തതിനെ കുറിച്ചും അതുപോലെ നെഗോസിയേഷനുള്ള പ്രശ്നങ്ങളെ കുറിച്ചും. എന്താണ് ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഇതേക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ലേണിംഗ് ആൻഡ് ഷെയറിംഗ് മുഹമ്മദ് ഇക്ബാൽ ഷോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞ ക്ലോസിംഗ് സ്കില്ലും നെഗോസിയേഷൻ സ്കില്ലും, ഇതിന് 2-3 പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് നേടുന്നത്. ക്ലോസിംഗ് സ്കില്ല് എത്ര കിട്ടും എന്നുള്ളതിനെ കാണിക്കുമ്പോൾ നെഗോസിയേഷൻ സ്കില്ല് എത്ര മിച്ചം കിട്ടും, എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളിടത്താണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക, ക്ലോസിംഗ് സ്കില്ലും നെഗോസിയേഷൻ സ്കില്ലും രണ്ടാണ്. ക്ലോസിംഗ് സ്കില്ല് നമ്മുടെ ഗ്രോത്തിനെ കാണിക്കുമ്പോൾ നെഗോസിയേഷൻ സ്കില്ല് നമ്മുടെ പ്രോഫിറ്റിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ്. ഈ 2 തരത്തിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ചില സീക്രട്സ് ഉണ്ട് നമ്മൾ ചെയ്യേണ്ടത്. ആ സീക്രട്സുകളെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇതിലാദ്യത്താണ് പവർ ഓഫ് സെൽഫ് അവയർനെസ്. എന്ന് വെച്ചാൽ നമ്മൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്കുണ്ടാകും. നമ്മുടെ കമ്പനി ചെറുതാണ്, അവരെ കമ്പനി വലുതാണ്, നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനി വലുതാണ്. അത് ചിലപ്പോൾ സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത്തിലായിരിക്കാം, ചെയ്യുന്ന ബിസിനസ്സിൻ്റെ വോളിയത്തിലായിരിക്കാം. അങ്ങനെ ഒരിക്കലും കരുതാതിരിക്കുക. നമ്മുടെ കമ്പനിക്ക് നമ്മുടേതായിട്ടുള്ള പവർ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു അപ്പർ ഹാൻഡ് നമ്മൾ നേടിയെടുത്തെങ്കിലാണ്. അതിന് നമുക്ക് പവർ ഓഫ് സെൽഫ് അവയർനെസ് വേണം. അപ്പോൾ അതിനെന്താ വെച്ചാൽ വേർ യു ആർ നൗ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വാട്ട് യു ആർ നൗ, വാട്ട് ഈസ് യുവർ വീക്ക്നെസ്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വാട്ട് ഈസ് യുവർ പവർ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനുള്ള സൊല്യൂഷനൊക്കെ ആയിട്ട് വേണം നമ്മൾ നെഗോസിയേഷൻ ചെയ്യാൻ ചെന്നിരിക്കേണ്ടത്. അവിടെ നമ്മുടെ കമ്പനിയെക്കുറിച്ച് നമുക്ക് നല്ല മതിപ്പോടു കൂടി ഇരുന്നിട്ട് സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് നെഗോസിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പവർ ഓഫ് അവയർനെസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിൽ നമ്മുടെ പ്രൊഡക്റ്റ് ആവട്ടെ, സർവീസ് ആവട്ടെ, എല്ലാ മേഖലകളിലും നമ്മൾ എങ്ങനെയൊക്കെ കമ്പയർ ചെയ്യാം, അതിൻ്റെ നീഡ്, അതിൻ്റെ ഡിമാൻഡ്സ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതിലൊരു പവർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സീക്രട്ട്. രണ്ടാമത് വേണ്ടതാണ് പവർ ഓഫ് 3 C's. എന്താണ് പവർ ഓഫ് 3 C's? അതായത് നമുക്ക് 3 Cകളെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. ആദ്യത്തെ C കളക്ട് എന്ന് പറയുന്നതാണ്. അതായത് കളക്ട് ഓൾ ദ ഇൻഫർമേഷൻ. നമ്മൾ പോകുന്ന കമ്പനിയെക്കുറിച്ച് കൃത്യമായുള്ള എല്ലാ ഡാറ്റകളും കളക്ട് ചെയ്തിട്ട് അവരെ കൃത്യമായി പഠിച്ചതിന് ശേഷം വേണം അവിടെ ചെന്നിരിക്കാൻ, എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്തിട്ട്. എങ്കിലേ നമുക്ക് അവർ കൃത്യമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ C എന്ന് പറയുന്നത് കൺഫർമേഷനാണ്. അവർക്ക് എന്താണ് അവർക്ക് വേണ്ടത് എന്നുള്ളത്, എന്താണ് അവരുടെ നീഡ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അവരുടെ നീഡിന് വേണ്ടിയുള്ള സൊല്യൂഷനായിട്ട് വേണം നമ്മൾ പോയിരിക്കാൻ. നമ്മളവിടെ ചെന്ന് കൃത്യമായിട്ട് അവരുടെ നീഡ് മനസ്സിലാക്കിയ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു നെഗോസിയേഷന് അവർ ആ ഭാഗത്ത് അപ്പർ ഹാൻഡ് ഉണ്ടാവില്ല, നമുക്ക് അവിടെ ഒരു അപ്പർ ഹാൻഡ്. മൂന്നാമത്തത് കോംപ്രമൈസിംഗ് ആണ്. മൂന്നാമത്തെ C കോംപ്രമൈസിംഗ് എന്നുള്ളതാണ്. ഈ C എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന സർവീസുകൾ ഞാൻ തരാം, ഇന്ന ബെനിഫിറ്റ്സ് തരാം, ഇന്ന തരാം, പകരം നിങ്ങളുടെ ഭാഗത്ത് നിന്ന്, കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇന്ന സർവീസ് കാര്യങ്ങൾ വേണം എന്ന് നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന, കോംപ്രമൈസ് ചെയ്യുന്ന ഒരു വിൻ സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കവിടെ കൃത്യമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ 3 C ആണ് രണ്ടാമത്തെ C. മറ്റൊരു സീക്രട്ടാണ് ആസ്കിങ് ഫോർ മോർ എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു ഓഫർ തന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഒരു വാഹനം എടുക്കാൻ ചെല്ലുകയാണ്, ആ ഒരു വണ്ടിയുടെ വില പറഞ്ഞു, നമ്മൾ വണ്ടിയുടെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അവരോട് അഡീഷണൽ ബെനിഫിറ്റുകൾ ചോദിച്ചിരിക്കുന്നത്, നമുക്ക് മ്യൂസിക് പ്ലെയർ കിട്ടുന്നുണ്ടാവില്ലേ, അതുപോലെ മാത്സ് ഫ്രീ ആയിട്ട് തരില്ലേ, ഒന്ന് പറഞ്ഞു കഴിഞ്ഞ് അതിനെ കൺഫേം ചെയ്യുമ്പോൾ അടുത്തത് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റണം നമുക്ക്. അപ്പോൾ ആസ്കിങ് ഫോർ മോർ, കൂടുതൽ സർവീസുകളോ കാര്യങ്ങളോ പ്രൈസിൽ നമ്മൾ ഒരു കൺഫർമേഷൻ എടുത്തതിന് ശേഷം മറ്റ് അഡീഷണൽ സർവീസ് ചോദിക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റണം. അങ്ങനെ ഒരു നെഗോസിയേഷൻ പവർ നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. പിന്നെ വേണ്ടത് നമുക്ക് വാക്കവേ എന്നുള്ളതാണ് അടുത്തൊരു സീക്രട്ട്. വാക്കവേ, അതായത് നമ്മൾ വില പറഞ്ഞു, എല്ലാം പറഞ്ഞു, നെഗോഷിയേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങിപ്പോരുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അവർ തിരിച്ചു വരും, സാർ ആ പറഞ്ഞതിനെക്കാട്ടും ഞാൻ മറ്റൊരു സർവീസ് കൂടി തരാമെന്ന് വരുന്ന ഒരു വാക്കവേ, ഒരു പവർ. ആ പവർ നമ്മളെ ഭാഗത്ത് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ ആ കസ്റ്റമർ നമ്മളെ വിളിച്ച് നമുക്ക് ആരാണോ നമുക്ക് സപ്ലയർ, ആ സപ്ലയർ നമ്മളോട് വീണ്ടും നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറാവും. അതിലൂടെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യുന്ന സൈഡിൽ നമുക്ക് പവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് മറ്റൊരു പവർ ഓപ്പർച്യൂണിറ്റികൾ. മറ്റൊന്നാണ് അതോറിറ്റി. അതായത് ഈ ഒരു കാര്യത്തിൽ ഞാനല്ല തീരുമാനം എടുക്കുന്നത്, എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനല്ല തീരുമാനം എടുക്കുന്നത്, ഞാനൊന്ന് GM-നോട് ചോദിക്കട്ടെ, അല്ലെങ്കിൽ ചെയർമാനോട് ചോദിച്ചിട്ട് അതിൽ കൺഫർമേഷൻ തരാമെന്ന് പറയുമ്പോൾ അല്ല ഇപ്പം എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നെഗോസിയേഷൻ്റെ പവർ നമ്മളേക്ക് ഏറ്റെടുക്കുന്ന ഒരു രീതി. ഇങ്ങനെയുള്ള പവർ, നെഗോസിയേഷൻ പവർ നമ്മുടെ കയ്യിലേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള നെഗോഷിയേറ്ററായി മാറാൻ പറ്റും. അതിലൂടെ നമുക്ക് നമ്മുടെ ക്ലോസിംഗ് സ്കില്ലും വർദ്ധിപ്പിക്കാൻ പറ്റും. പ്രത്യേകം മനസ്സിലാക്കുക, ക്ലോസിംഗ് ആദ്യം നടക്കുന്നത് നെഗോസിയേഷനാണ് അവസാനം. ക്ലോസിംഗ് കഴിഞ്ഞതിന് ശേഷമേ നെഗോസിയേഷൻ നടക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്കില്ല് നമ്മളിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സെയിൽസ് ടീമിനെ നമുക്ക് നല്ല രീതിയിൽ ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആക്കി മാറ്റാൻ പറ്റും. അത്തരത്തിലുള്ള സെയിൽസ് ടീമിനെ ഉയർത്തിക്കൊണ്ടുവരാൻ
നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി അടുത്ത ശനിയാഴ്ച കാണാമെന്ന വിശ്വാസത്തോടെ ഏവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.